ഇപ്പോൾ ഞാൻ കാസർഗോഡ് നിന്നാണ് വരുന്നത്. കാസർഗോഡ് നിന്നല്ല, പോയി കാസർഗോഡ് കഴിഞ്ഞ് കോഴിക്കോട് കഴിഞ്ഞാണ് വരുന്നത്. ഞാൻ പിന്നെ സത്യം പറഞ്ഞില്ലെന്ന് നാളെ ആരോപണം വേണ്ട. കാസർഗോഡ് പോയപ്പോൾ ഞാൻ അവിടെ നിന്ന് മനസ്സിലാക്കുന്നത്, അവിടെ ഒരു മണ്ഡലത്തിൽ SDP സ്ഥാനാർത്ഥി നിർത്തി UDFിൻ്റെ അഭ്യർത്ഥന മാനിച്ച് ആ SDP സ്ഥാനാർത്ഥിയെ പിൻവലിച്ചു എന്നൊരു വാർത്ത ഞാൻ കണ്ടു. നിങ്ങളത് കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിഞ്ഞില്ല. പിന്നീട് ഞാൻ കണ്ടു UDF പറഞ്ഞിട്ടാണ് ഞങ്ങൾ പിൻവലിച്ചത്, പക്ഷെ ആർക്കാണ് ഞങ്ങളുടെ വോട്ട് കൊടുക്കേണ്ടതെന്ന് ഞങ്ങൾ ഇനിയും തീരുമാനിച്ചിട്ടില്ല, അത് പ്രഖ്യാപിക്കാനിരിക്കുന്നതേ ഉള്ളൂ എന്നാണ്. CPIMനെ സംബന്ധിച്ചിടത്തോളം CPIM ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളത്തിലെ എല്ലാ വോട്ടർമാരുമായും ഒരു ഡീൽ ഉറപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. വോട്ടർമാരുമായിട്ട്, ജനങ്ങളുമായിട്ട് ഡീലുണ്ട് CPIMനും LDFനും. അല്ലാതെ LDFന് പുറത്തുള്ള ഒരു സംഘടനയുമായും പാർട്ടിയുമായിട്ടും ഡീലില്ല. LDFന് കേരളത്തിലെ ജനങ്ങളുമായിട്ടാണ് ഡീലുള്ളത്. ഇനി ഞങ്ങളുമായി ഇപ്പോൾ സഹകരണമോ ധാരണയോ ഒന്നും ചർച്ച ചെയ്യുകയോ പ്രഖ്യാപിക്കുകയോ ചെയ്തിട്ടില്ലാത്ത ഏതെങ്കിലും സംഘടനകൾ ഏതെങ്കിലും മണ്ഡലങ്ങളിലെ സ്ഥിതിഗതികൾ നോക്കിയിട്ട് അവരുടെ ദൃഷ്ടിയിൽ ഒരിക്കലും ആ മണ്ഡലത്തിൽ നിന്നും ജയിക്കാൻ പാടില്ല എന്ന് അവർ കരുതുന്ന ചില സ്ഥാനാർത്ഥികളെ തോൽപ്പിക്കാൻ LDFിൻ്റെ സ്ഥാനാർത്ഥിക്കാണ് സാധ്യത കൂടുതൽ എന്ന് അവർ കണ്ടാൽ LDF സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യണമെന്ന് അവർ തീരുമാനിച്ചെന്ന് വരും. അങ്ങനെ നിങ്ങൾ തീരുമാനിക്കാൻ പാടില്ല എന്ന് LDF പറയണമെന്നാണോ എൻ്റെ സുഹൃത്ത് ആഗ്രഹിക്കുന്നത്? അങ്ങനെ പറയില്ല. അങ്ങനെ അഭിമന്യു മാത്രമല്ലല്ലോ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രസ്ഥാനത്തിനകത്ത് ഞങ്ങളെ കൊന്നവർ മാത്രമല്ല, ബാക്കിയെല്ലാം ഉണ്ട്. ഞാൻ പറയുന്നത് വളരെ ക്ലിയറാണ്. ഞങ്ങൾക്ക് വോട്ട് ചെയ്യുന്ന വ്യക്തികളുടെയും സംഘടനകളുടെയും സ്വഭാവ സർട്ടിഫിക്കറ്റ് നോക്കിയിട്ട് ഞങ്ങൾ അനുമതി കൊടുക്കും. നിങ്ങൾക്ക് വോട്ട് ചെയ്യാം. നിങ്ങളൊരിക്കലും വോട്ട് ചെയ്തുകൂടാ. എന്താണ് സുഹൃത്തെ ഇങ്ങനെയൊന്നുള്ള അബദ്ധത്തിലേക്ക് നിങ്ങൾ ദയവ് ചെയ്ത് പോകാതിരിക്കുക. CPIMൻ്റെ രാഷ്ട്രീയ നിലപാട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടേതാണ്. അതിനനുകൂലമായി വോട്ട് ചെയ്യാൻ തയ്യാറാകുന്നവ എല്ലാ വോട്ടർമാരും വരണം. ചിലപ്പോൾ ചില സംഘടനകൾ പറയും, ഇവിടെ ഞങ്ങൾ കാണുന്ന വലിയ ആപത്ത് ഇതാ ഇങ്ങനെ ഒരാൾ ജയിക്കാൻ സാധ്യതയുണ്ടെന്നാണ്, അയാളെ തോൽപ്പിക്കാൻ LDFനെ കഴിയൂ എന്ന് അവർക്ക് ബോധ്യപ്പെട്ട് അവർ വോട്ട് ചെയ്യുമ്പം ഇനി നിങ്ങൾ പറയുമല്ലോ, ഞങ്ങൾ പോളിംഗ് ബൂത്തിൽ ചെന്ന് അത്രക്കാർ വോട്ട് ചെയ്യാൻ വരുമ്പോൾ അവരുടെ കൈ പിടിച്ച് ഞങ്ങൾക്ക് വോട്ട് ചെയ്തുകൂടാ, വേറെ ആർക്കെങ്കിലും ചെയ്യും. വളരെ 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 യുക്തിരഹിതമായി സംസാരിക്കുക. നിങ്ങൾക്ക് ചില അജണ്ടകളുണ്ടാവും. ആ അജണ്ടകൾ വെച്ച് നിങ്ങൾ സംസാരിച്ചോളൂ. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നിലപാട് സാധാരണ ആർക്കും മനസ്സിലാകുന്ന വിധത്തിൽ ഞാൻ വ്യക്തമാക്കി. ഇനി അത് തന്നെ ചോദിച്ചുകൊണ്ടിരിക്കേണ്ട, വേറെ വല്ല ചോദ്യം ഉണ്ടോ ചോദിക്കും. SDP പിന്തുണ സ്വീകരിക്കണമോ വേണ്ടയോ എന്ന് നിങ്ങൾ ചോദിക്കുന്നു. എനിക്കതിനുള്ള മറുപടി, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികൾ ഒരു മണ്ഡലത്തിൽ ജയിക്കുന്നതാണ് ഉചിതമെന്ന് ചില സംഘടനകൾക്ക് ബോധ്യപ്പെട്ടിട്ട് അവർ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യാൻ അവർ സ്വമേധയാ തീരുമാനമെടുത്താൽ ഞങ്ങളുടെ അനുമതിയുടെ അടിസ്ഥാനത്തിലല്ല അവർ വോട്ട് ചെയ്യേണ്ടത്. അങ്ങനെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വോട്ട് ചെയ്യണമെന്ന് ഈ രാജ്യത്ത്, ഈ നാട്ടിൽ വോട്ടുള്ള സംഘടനകളും വ്യക്തികളും അവരുടേതായ കാരണങ്ങളാൽ തീരുമാനിച്ചാൽ ആ തീരുമാനത്തെ എതിർത്ത് ഒരു കാരണവശാലും ഞങ്ങൾ വോട്ട് ചെയ്തുകൂടാ എന്ന് പറയുന്നത് അപ്രായോഗികവും മൗഢ്യവുമാണ്. എങ്ങനെയാണ് അവരുടെ വോട്ടിന് തടയാൻ പറ്റുക? അപ്പോൾ അവർ പറയണില്ല, ഞങ്ങളുടെ വോട്ട് വേണ്ട എന്ന് CPIMും LDFും പറഞ്ഞെങ്കിലും ഞങ്ങൾ വോട്ട് ചെയ്യാൻ പോവാണ്, നിങ്ങൾ എങ്ങനെ തടയും എന്നവർ ചോദിച്ചാൽ എന്താ? സുഹൃത്ത് എന്തെങ്കിലും ഉപായം പറഞ്ഞു തന്നാൽ അന്നേരം ആലോചിക്കാം. പക്ഷേ വേണ്ട. അടുത്ത ചോദ്യം ചോദിക്കാം. അല്ല, RSS ആണ് എൻ്റെ സുഹൃത്തെ. RSS അവരുടെ ഫാസിസ്റ്റ് ആധിപത്യം ഈ രാജ്യത്തിന് മേൽ ചുമത്തിയാൽ എൻ്റെ പ്രിയ സുഹൃത്തിന് എന്നോട് ഇതുപോലിരുന്ന് ചോദ്യം ചോദിക്കാൻ പറ്റില്ല ആ സാഹചര്യത്തിൽ. പക്ഷേ ന്യൂനപക്ഷ സംഘടനകൾ അവർ RSS മോഡലിൽ സംഘടിച്ചാലും അവർക്ക് ആപത്തുണ്ടാക്കാൻ കഴിയുമെങ്കിലും RSS ഉണ്ടാക്കുന്നത് പോലുള്ള ഫാസിസ്റ്റ് ആപത്തല്ല ന്യൂനപക്ഷ തീവ്രവാദ സംഘടനകൾക്കും വർഗീയ സംഘടനകൾക്കും ഉണ്ടാക്കാൻ കഴിയുക. ഇത് വിവേചിച്ചറിയാനുള്ള സാമാന്യ ബുദ്ധി ഞങ്ങൾക്കല്പമുണ്ട്. താങ്കൾക്കും അത് മനസ്സിലാവും. പക്ഷേ മറ്റെന്തെങ്കിലും കാരണത്താൽ ഒരു പക്ഷേ താങ്കളുടെ ചാനലിൻ്റെ രാഷ്ട്രീയ ആവശ്യങ്ങളനുസരിച്ച് എൻ്റെ സുഹൃത്ത് വീണ്ടും ചോദിച്ചുകൊണ്ടിരിക്കും. ഈ മറുപടിയാണ് എനിക്കിത് സംബന്ധിച്ച് പറയാനുള്ളത്.